എന്താടി മാമോദീസൊക്കെ വിട്ടു. എന്താ അവിടെ ബിരിയാണി ആയിരുന്നു. കഴിച്ചില്ലേ? എങ്ങനെ കഴിക്കാണ്ടിരിക്കും, കഴിച്ചിട്ട് പോന്നു. ഞാൻ പോർക്ക് ചോപ്സും മറ്റേ മസ്റ്റേർഡ് സോസ് ഒക്കെ ആണെന്ന് ഓർത്താ പോയത്. അല്ല നമ്മുടെ ഇവിടെ ബൗത്തീസ് ഒക്കെ വരുമ്പോ പോർക്ക് ചോപ്സും മസ്റ്റേർഡ് സോസ് ഒക്കെ ഇല്ലേ, അവിടെ അതൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ മാസം അലീനയുടെ കൊച്ചിന്റെ ബൗത്തീസിന് ആ സബേത്തേച്ച് ഉണ്ടാക്കിയില്ലേ മസ്റ്റേർഡ് സോസ് ഒക്കെ എന്ത് ടേസ്റ്റ് ആയിരുന്നു. അല്ല അച്ചാമ്മക്ക് ഉണ്ടാക്കാൻ അറിയാവാ? അതിനിപ്പോ ആരാണ് ഇവിടെ മാമോദീസ? എന്റെ മാമോദീസ നടത്തിക്കോ. എന്റെ മുരിങ്ങത്തൊണ്ട് വേണം, പിന്നെ പോർക്ക് വേണം. മുരിങ്ങാത്തോണ്ടല്ലേ നമ്മൾ അങ്ങോട്ട് പോണ വഴി ആ മതിലുള്ളൊരു വീടില്ലേ, അവിടുത്തെ ഇങ്ങനെ നിക്കണത് മുരിങ്ങയിലാണ്. പിന്നെ നാളെ എന്തായാലും ഞായറാഴ്ചല്ലേ, നമ്മൾ രണ്ടുപേരും രാവിലെ പോർക്ക് വാങ്ങാൻ പോകുന്നു. നമ്മള് പിന്നില്ല, നീ പോയി മേടിക്കും. എനിക്ക് കുറച്ച് തുണി കഴുകാനുണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യും, ഞാൻ പോയി വാങ്ങിക്കാം. എന്റെ കുറച്ച് തുണിയും കൂടി കഴുകാനുണ്ട്. ഇതാണ് നിന്റെ കൂടെ കൂടാത്ത, അപ്പൊ എനിക്ക് എന്തെങ്കിലും പണി തരും. അതിന് എന്റെ ആകെ 4 തുണി കഴുകാനുള്ളൂ. അച്ഛമ്മ കഴുകണ സമയത്ത് ഞാൻ സാധനം വാങ്ങിച്ചോണ്ട് വരുന്നത്, നമ്മൾ പോർക്ക് ചോപ്സ് ഉണ്ടാക്കുന്നു, കഴിക്കുന്നു പോരെ. പിന്നെ ഇങ്ങനെ വരുമ്പോ തന്നെ വിശക്കണം എന്ന് പറയരുത്. എന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാക്കി തരുവുള്ളൂ. അത് മതി. ചമ്മയുടെ പണി എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ പണിയാണല്ലോ. അത് ശരിയാണ്, എനിക്കിട്ടുള്ള പണിയാണെന്നുള്ള അറിയാം. എടി നിവി എടി നീ പോണില്ലടി, സമയം എന്തായെന്ന് അറിയാവാ? വീട്ടിൽ നിന്ന് ഇറങ്ങിട്ട് 1 കിലോ പോർക്കും മുരിങ്ങാത്തൊലിയല്ലേ? അതെ, പോർക്ക് മേടിച്ചിട്ട് മുരിഞ്ഞത്തൊലി എടുത്താൽ മതി കേട്ടോ. പിന്നെ പോർക്കില്ലാതെ മുരിഞ്ഞത്തൊലി കൊണ്ടുവന്നിട്ട് എന്തിനാ? എടി അതൊന്ന് പൊതിഞ്ഞോണ്ട് പോ കത്തി. എന്താ മുടയാണോ? അധികം ചെയ്യണ്ട, ചിലപ്പോ ഇവിടെ കിടന്നതിന് കറണ്ട് വരും തീ വരുമ്പോ. അല്ലേ പിന്നെ എന്റെ തുണി അവിടെ കിടപ്പണ്ടേ. നെയ്യ് കുറച്ചെടുക്കണേ. ഇതിലേക്കാണ് മുരിങ്ങ. ഇതുവരെ കഴിഞ്ഞില്ലേ? എന്നാ 4 തുണി എന്ന് പറഞ്ഞ 40 തുണി അവിടെ കഴുകിയിട്ടിട്ടുണ്ട്. ഉടുത്ത് മറി ഇട്ടാ മതിയല്ല. ഞാൻ 4 തുണി എഴുതാനല്ലേ പറഞ്ഞോളൂ, 40 തുണി എഴുതാനാല് പറഞ്ഞു. ഇതെല്ലാം സൂക്ഷിച്ച് കഴുകേണ്ട തുണിയായിരുന്നു. അച്ഛമ്മ ഇതെല്ലാം നശിപ്പിച്ചാണ്. അപ്പൊ എനിക്കായ കുറ്റം, ഇതെല്ലാം കഴുകിയ എനിക്ക് കുറ്റം. എന്തായാലും ഇറച്ചി കൊള്ളാം. ഞാനോർത്ത് നെയ്യ് മാത്രം മേടിച്ചിട്ട് വരുമായിരിക്കും. ഞാൻ കത്തി മാറ്റി എന്താ പുള്ളിക്കാരൻ പേടിച്ച്. ഇറച്ചി വെട്ടുകാരൻ്റെ കത്തിയില്ലല്ലോ. എന്തായാലും സാധനം എങ്ങനെയുണ്ട്? സാധനം കൊള്ളാം. ഇതെന്തായാലും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നിനക്ക് എവിടെങ്കിലും പോയി നോക്കൂല മേടിക്കാൻ മേലെ? എന്നാ ഒരുപാട് കാശ് കിട്ടിയല്ലേ. ഞാൻ എന്താ ചെയ്യണ്ട പറ. എടിയാ ഉള്ളിയും പച്ചമുളകൊക്കെ എടുത്ത് അരിഞ്ഞെടുക്കാൻ. മഞ്ഞപ്പൊടിട്ട് ഇങ്ങനെ എടുത്ത്. അത് കൊള്ളാം. ഒരു പണി പറഞ്ഞത് ഇതിനേക്കാളും മുന്നേ അടുത്ത പണിയാ. അച്ഛാമ്മ ഒരു സാധനം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 100 പേര് പുറകെ വേണം. കയ്യെത്തിച്ചെടുത്താൽ മതിയല്ല. തൊലിയെടുക്കാൻ പറഞ്ഞേന് മരവും വെട്ടിക്കൊണ്ടാണ് പോകുന്നത്. എന്ത് ചെയ്യാനാ, എന്റെ ശക്തി കൊണ്ട് മരത്തോടെ തന്നെ പോകും.
ചോ എൻ്റെ ശക്തി. മതിയടി. ഇതുകൊണ്ടൊന്ന് അരച്ചോണ്ട് വന്നേ. അല്ല സമയം അപ്പോൾ കശുവണ്ടിക്കയുടെ മസ്റ്റേർഡ് സോസ് ഉണ്ടാക്കണ്ടേ? അത് ഞാൻ ഉണ്ടാക്കിക്കോളാം. ഒരു 5-6 കശുവണ്ടി പരിപ്പ് വെച്ച് പഞ്ചസാര ഇടുമ്പോൾ അത് ആയിക്കോളും. അതൊക്കെ ഞാൻ ശരിയാക്കിയെടുക്കാം. അരച്ച പേസ്റ്റ് ഇങ്ങോട്ട് എടുത്ത് കാലവും പിടിച്ചിരിക്കണ തട്ടയിലേക്ക്. കഴിഞ്ഞല്ലേ? ഉടുപ്പൊക്കെ ഉണങ്ങി കാണും. ഉടുപ്പ് മാത്രല്ല ഞാനും ഉണങ്ങി തിന്നാണ്ടിരുന്നു. സമയം നേരത്തെ ഈ മമ്മൂസിക്ക് ഫുഡ് ഉണ്ടാക്കാൻ പോയിട്ടുണ്ടോ? ഞാനങ്ങ് പോയിട്ടില്ല. നന്നായി പോയെന്ന്. കൊള്ളുകയല്ലേ? വെറുതെ കൊള്ളാം. മസ്റ്റേർഡ് സോസ് നല്ല ടേസ്റ്റാ അല്ലേ? എളുപ്പം നിന്ന് ഉടുപ്പൊക്കെ മടക്കി എടുക്ക്. 10-40 ഉടുപ്പുണ്ട്. 10-40 ഉടുപ്പാ? ഇവിടെ നാട്ടുകാരുടെ കഴിയാൻ പോലെ അത്ര ഉണ്ടാക്കിയല്ലോ. ഞാൻ പറഞ്ഞേക്കാളും 2-3 ഉടുപ്പ് കൂടുതലുണ്ടായിരുന്നു. അതിനാണ് ചമ്മ ഇങ്ങനെ കിടന്നത്. 40 ഉടുപ്പിന്റെ അഴുക്കുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. ആ